ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് ചൂടുപിടിച്ച ഒരു പ്രധാനപ്പെട്ട ചർച്ച ഇന്നലെ കെ.വി. ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യമായിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം അക്കാര്യത്തിൽ അങ്ങനെ ഒരു രാജിയെപ്പറ്റി ആലോചിക്കുന്നില്ല, പ്രശ്നങ്ങളൊക്കെ ഗണേഷ് കുമാറും ഭാര്യയും തമ്മിലുള്ളത് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് പ്രതികരിക്കുന്നുണ്ടായിരുന്നു മന്ത്രി തന്നെ, ഒപ്പം LDF നേതാക്കളൊക്കെ. പക്ഷേ ഇപ്പോഴും രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ധാർമ്മിക പ്രശ്നം ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടക്കം പഴയ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഒപ്പം പാചകവാതക വിതരണ പ്രതിസന്ധി ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലുമൊക്കെ ആശങ്കയുണ്ടാക്കുന്ന ഘട്ടത്തിൽ ഇനി സംസ്ഥാന സർക്കാർ എങ്ങനെ ഇടപെടുമെന്നതാണ് കണ്ടറിയേണ്ടത്. ജിബിൻ JB ഉണ്ട്. ജിബിൻ, രാഷ്ട്രീയ വാർത്തകൾ, ഒപ്പം തന്നെ ഈ പാചകവാതകം ആശങ്കയാകുന്ന, അടുക്കളകൾക്ക് ആശങ്കയാകുന്ന, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആശങ്കയാകുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഇടപെടാൻ ഉദ്ദേശിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഗോകുലൻ പ്രവിത. ഈ മന്ത്രി ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. കാരണം ഈ 2013 സമാന രീതിയിൽ തന്നെ അന്ന് ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന CPM, അന്ന് LDF തിരഞ്ഞെടുത്ത വാക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അന്നത്തെ വാക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ഒരു രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ഈ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ കാട്ടുന്നത് ഒരു ഇരട്ടത്താപ്പ് എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. കാരണം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ VD സതീശന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. കാരണം ഈ മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ ഭാര്യയോട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം തീരുന്ന ഒരു പ്രശ്നമല്ല അവിടെ ഉണ്ടായത്. കാരണം വീട്ടിൽ വെച്ച് മന്ത്രിയുടെ ഭാര്യ കാണാനിട, മന്ത്രിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടു എന്നായിരുന്നു അന്ന് ഭാര്യയുടെ പരാതി എന്ന് പറയുന്നത്. പക്ഷേ ആ കാര്യത്തിൽ അത് ആരെയാണ് കണ്ടത്, അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാര്യയ്ക്ക് അവിടെ എത്തിയ പോലീസ് അവർക്ക് ആവശ്യമായ സഹായം ഉറപ്പുവരുത്തിയിട്ടില്ല. ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഇതുവരെയും ഒരു നടപടി പോലീസിൻ്റെയോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ 2013 മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അത് മുഖ്യമന്ത്രി തന്നെ മാറ്റി പറയണമെന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കാരണം ഈ യുദ്ധം, പശ്ചിമേഷ്യൻ യുദ്ധം ഇപ്പോൾ നമ്മുടെ അടുക്കളകളിലേക്ക് വരെ എത്തി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ വാണിജ്യ സിലിണ്ടറിൻ്റെ ലഭ്യത കുറഞ്ഞത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉടലെത്തിയിരിക്കുന്നത്. കാരണം ഈ ഗാർഹിക സിലിണ്ടറുകളുടെ ലഭ്യത നിലവിൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗാർഹിക സിലിണ്ടറുകൾ ഈ ഇത്തരത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി കർശന ഉപാധികൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാരും പെട്രോളിയം ഏജൻസികളും ഇപ്പോൾ നിലവിൽ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് ചെറുകിട വ്യവസായികളെയാണ്, പ്രത്യേകിച്ച് ഹോട്ടൽ തൊഴിലാളികളെയാണ്, തട്ടുകടകളെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ തട്ടുകടയായിരുന്നാൽ പോലും ഒരു ദിവസം 1 or 2 ഒക്കെ ഗ്യാസ് സിലിണ്ടറുകൾ ആവശ്യം വരും. പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലുള്ള നിയന്ത്രണം അനുസരിച്ച് ഈ മുൻഗണനാ ലിസ്റ്റ് പ്രകാരം, മുൻഗണനാ പട്ടിക പ്രകാരമുള്ളവർക്ക് മാത്രമാണ് വാണിജ്യ സിലിണ്ടറിൻ്റെ ലഭ്യത പഴയതുപോലെ തന്നെ ഉറപ്പാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഏറ്റവും ബാധിക്കുന്നത് അടിസ്ഥാന വർഗമായിട്ടുള്ള ഈ ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്, ചെറുകിട കച്ചവടക്കാരെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ആവശ്യം. പ്രത്യേകിച്ച് മന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ഈ ഒരു യോഗം വിളിച്ച് ചേർക്കുകയും കേന്ദ്ര സർക്കാരിനോട് ഈ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് ഈ വാണിജ്യ ആവശ്യത്തിനുള്ള ഈ ഹോട്ടലുകൾ അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ ഇവരെ മാറ്റി നിർത്താതെ ഇവരെ കൂടി മുൻഗണനാ ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് അവർക്കും കൂടി ആവശ്യമായിട്ടുള്ള സിലിണ്ടറുകൾ എത്രയും വേഗം എത്തിക്കണം. അവിടെ ഒരു ഷോർട്ടേജ് വരാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.